കേവലം 150 രൂപയ്ക്ക് സിനിമാ സെറ്റുകളിൽ ചെറിയ ജോലികൾ ചെയ്തിരുന്ന ഒരു പയ്യൻ വർഷങ്ങൾക്ക് ശേഷം തമിഴ് സിനിമയുടെ തന്നെ വരുംകാല വാഗ്ദാനമായി മാറിയതിന്റെ കഥ. അതെ, ഒരു എഞ്ചിനീയറിംഗുകാരൻ പതിവ് പാറ്റേണുകളെ തിരുത്തി എഴുതി റേഡിയോ ജോക്കിയായി, പിന്നീട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഒടുവിൽ സിനിമ എന്ന വിസ്മയ ലോകത്തേക്ക് ഒരു ഗോഡ് ഫാദറിന്റെയും സഹായമില്ലാതെ സധൈര്യം നടന്നു കയറിയതിന്റെ കഥ. യെസ്, മല്ലൂയിസ്റ്റിന്റെ സീറോ ടു ഹീറോ എന്ന എപ്പിസോഡിൽ നമ്മൾ അറിയാൻ പോകുന്നത് മണികണ്ഠൻ എന്ന അസാധ്യ കലാകാരന്റെ ജീവിത യാത്രയാണ്. ചെന്നൈയിൽ ജനിച്ചു വളർന്ന മണികണ്ഠന്റെ കുഞ്ഞുനാൾ മുതൽക്കേ ചുറ്റിലും സിനിമയായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ഷൂട്ടിംഗ്, അതുവഴി നടീനടന്മാരെയും കാണാൻ അവസരം ലഭിക്കുന്നു. അങ്ങനെ ആ ചെറിയ പയ്യന്റെ ഉള്ളിൽ സിനിമയോട് വല്ലാത്ത താല്പര്യം ജനിക്കുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ചെറുക്കൻ നല്ലപോലെ മിമിക്രി ചെയ്യുമായിരുന്നു. ഇത് കണ്ട അവന്റെ ഫ്രണ്ട്സാണ് വിജയ് ടിവിയിൽ കലക്കപ്പോതിയാറ് എന്ന ഷോയിൽ പങ്കെടുക്കാൻ ആത്മവിശ്വാസം നൽകുന്നത്. ആ പരിപാടിയിൽ മണികണ്ഠൻ 2ാം സ്ഥാനവും കരസ്ഥമാക്കുന്നുണ്ട്. അങ്ങനെ പഠനശേഷം ക്രിയേറ്റീവ് സൈഡിലേക്ക് തന്നെ അവൻ തിരിയുന്നു. ആദ്യം RJ, പിന്നീട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അതുവഴി ചെറിയ റോളുകളും അവനെ തേടിയെത്തി. അതിൽ ശ്രദ്ധേയമായ കഥാപാത്രം ലഭിക്കുന്നത് വിജയസിന്റെ കാതലും കടന്നു പോകുമെന്ന സിനിമയിലൂടെയാണ്. ശേഷം വിക്രമേത, രജനിയുടെ കാള, സില്ല് കറുപ്പട്ടി, അങ്ങനെ ഒരുപിടി നല്ല റോളുകൾ. അപ്പോഴാണ് 2021 ജയ് ഭീം എന്ന സിനിമ ജനിക്കുന്നത്. ഒപ്പം മണികണ്ഠൻ എന്ന താരത്തിന്റെ ഉദയം. രാജാക്കൻ എന്ന കഥാപാത്രത്തിനായി നീണ്ട 45 ദിവസം ട്രൈബൽസിന്റെ ഒപ്പം തങ്ങി പരുവപ്പെടുത്തിയ ശേഷം അഭിനയം. അതെ, ഇന്നയാൾ മികച്ചൊരു ആർട്ടിസ്റ്റാണ്, റൈറ്ററാണ്, ഡയറക്ടറാണ്. എല്ലാത്തിലും ഉപരി സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഹീസ് എ നോബിൾ സോൾ. ശരിയാണ്, അയാൾ ഒരു പ്രതീക്ഷയാണ്. സിനിമയെ സ്വപ്നം കാണുന്ന ഓരോരുത്തർക്കും ഹിസ് ലൈഫ് ഇസ് എ സിംബൽ ഓഫ് ഹോപ്പ്. നിങ്ങളുടെ കൂട്ടത്തിലെ ആ മണികണ്ഠന് ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യും.